2025 ലോഗോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 14ാമത്തെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 1. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ എന്താണ് അവർക്ക് ഓഹരിയായി നൽകിയത്? എ. പ്രതാപം, ബി. മഹത്വം, സി. പ്രതാപവും മഹത്വവും, ഡി. പ്രതാപവും അനുഗ്രഹവും. ഉത്തരം സി. പ്രതാപവും മഹത്വവും. 2. ആലോചനകളാലും ഡാഷിനാലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും. പൂരിപ്പിക്കുക. എ. ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, ബി. നിയമ പരിജ്ഞാനത്താൽ, സി. കീർത്തിയുറ്റ ബലശാലികൾ, ഡി. സംഗീതജ്ഞന്മാർ. ഉത്തരം ബി. നിയമ പരിജ്ഞാനത്താൽ. 3. ഡാഷ് ഉള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. പൂരിപ്പിക്കാം. എ. നിയമ പരിജ്ഞാനത്താൽ, ബി. വിഭവസമൃദ്ധി, സി. ജ്ഞാനം, ഡി. വിജ്ഞാനം. ഉത്തരം ബി. വിഭവസമൃദ്ധി. 4. ജനങ്ങൾ പ്രകീർത്തിച്ച ഇവരാണ് ചിലർ. ആര്? എ. ബഹുമാനിതർ, ബി. കാരുണ്യമുള്ളവർ, സി. പ്രസിദ്ധർ, ഡി. കവികൾ. ഉത്തരം സി. പ്രസിദ്ധർ. 5. എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരെക്കുറിച്ചാണ് പ്രഭാഷകൻ 44:9 പറയുന്നത്? എ. പ്രതാപവും മഹത്വവും, ബി. തലമുറ, സി. ഉടമ്പടി, ഡി. സ്മരണ. ഉത്തരം ഡി. സ്മരണ. 6. പ്രഭാഷകൻ 44:3 എന്തിനാൽ ഉപദേശം നൽകിയവരെക്കുറിച്ചാണ് പറയുന്നത്? എ. വിവേകത്താൽ, ബി. വിജ്ഞാനത്താൽ, സി. സമാധാനത്താൽ, ഡി. ജ്ഞാനത്താൽ. ഉത്തരം ഡി. ജ്ഞാനത്താൽ. 7. പ്രഭാഷകൻ 44:13 പ്രകാരം അവരുടെ ആരാണ് എന്നേക്കും നിലനിൽക്കുന്നത്? എ. ഭാവി തലമുറകൾ, ബി. പിൻഗാമികൾ, സി. തലമുറകൾ, ഡി. മക്കളുടെ മക്കൾ. ഉത്തരം എ. ഭാവി തലമുറകൾ. 8. പ്രഭാഷകൻ 44:12 അനുസരിച്ച് അവരുടെ ആരാണ് ഉടമ്പടി പാലിക്കുന്നത്? എ. മക്കൾ, ബി. തലമുറകൾ, സി. പിൻഗാമികൾ, ഡി. സന്തതികൾ. ഉത്തരം ഡി. സന്തതികൾ. 9. പ്രഭാഷകൻ 44:15 പ്രകാരം അവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരാണ്? എ. സമൂഹം, ബി. ജനങ്ങൾ, സി. ജനതകൾ, ഡി. ഭാവി തലമുറകൾ. ഉത്തരം സി. ജനതകൾ. 10. പ്രഭാഷകൻ 44:15 അനുസരിച്ച് അവരെ പ്രകീർത്തിക്കുന്നത് ആരാണ്? എ. സമൂഹം, ബി. ജനതകൾ, സി. പിൻതലമുറക്കാർ, ഡി. ഭാവി തലമുറകൾ. ഉത്തരം എ. സമൂഹം. 11. പ്രഭാഷകൻ 44:11 പ്രകാരം അവരുടെ എന്താണ് മക്കളുടെ മക്കളിലും നിലനിൽക്കുന്നത്? എ. പ്രതാപം, ബി. ഐശ്വര്യം, സി. അവകാശം, ഡി. സ്മരണ. ഉത്തരം സി. അവകാശം. 12. പ്രഭാഷകൻ 44:16 പ്രകാരം കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആരാണ്? എ. മോശ, ബി. നോഹ, സി. അബ്രഹാം, ഡി. ഹെനോക്ക്. ഉത്തരം ഡി. ഹെനോക്ക്. 13.
തികഞ്ഞ നീതിമാനായിരുന്ന വ്യക്തി ആരാണ്? എ മോശ, ബി നോഹ, സി അബ്രഹാം, ഡി ഇസഹാക്ക്. ഉത്തരം ബി നോഹ. 14 ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പ്രഭാഷകൻ 44 പറയുന്നത് ആരെക്കുറിച്ചാണ്? എ ഹെനോക്ക്, ബി നോഹ, സി യാക്കോബ്, ഡി മോശ. ഉത്തരം എ ഹെനോക്ക്. 15 വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയാണവൻ ആരാണ്? എ ഹെനോക്ക്, ബി അഹറോൻ, സി നോഹ, ഡി മോശ. ഉത്തരം സി നോഹ. 16 എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായിരുന്നു അവൻ ആരാണ്? എ നോഹ, ബി അബ്രഹാം, സി മോശ, ഡി ഹെനോക്ക്. ഉത്തരം ഡി ഹെനോക്ക്. 17 അനേകം ജനതകളുടെ ആരായിരുന്നു അബ്രഹാം? എ പിതാവ്, ബി പൂർവപിതാവ്, സി വിശ്വാസത്തിൻ്റെ പിതാവ്, ഡി ഉടമ്പടിയുടെ പിതാവ്. ഉത്തരം ബി പൂർവപിതാവ്. 18 ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ ഡാഷ് നൽകപ്പെട്ടു. എന്ത്? എ ഓഹരി, ബി ഉടമ്പടി, സി അവകാശം, ഡി വാഗ്ദാനം. ഉത്തരം ഡി വാഗ്ദാനം. 19 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? എ അബ്രഹാം, ബി ഇസഹാക്ക്, സി യാക്കോബ്, ഡി ഇസ്രായേൽ. ഉത്തരം എ അബ്രഹാം. 20 അവിടുന്ന് എന്ത് നിശ്ചയിച്ചാണ് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തത്? എ വാഗ്ദാനം, ബി അവകാശം, സി ഓഹരി, ഡി അനുഗ്രഹം. ഉത്തരം സി ഓഹരി. 21 അങ്ങനെ ജലപ്രളയത്തിനു ശേഷം നിലനിന്നത് എന്ത്? എ നോഹ, ബി നോഹയും കുടുംബവും, സി ഭൂമിയിൽ എല്ലാറ്റിൻ്റെയും ഓരോ ജോഡി, ഡി ഭൂമിയിൽ ഒരു ഭാഗം. ഉത്തരം ഡി ഭൂമിയിൽ ഒരു ഭാഗം. 22 മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി ദൈവം ആരുമായാണ് ചെയ്തത്? എ അബ്രാഹവുമായി, ബി നോഹയുമായി, സി നോഹയും ഹെനോക്കുമായി, ഡി ഹെനോക്കുമായി. ഉത്തരം ബി നോഹയുമായി. 23 അബ്രഹാം സ്വശരീരത്തിൽ എന്തിൻ്റെ മുദ്രയാണ് പതിച്ചത്? എ അവകാശത്തിൻ്റെ മുദ്ര, ബി ഓഹരിയുടെ മുദ്ര, സി വാഗ്ദാനത്തിൻ്റെ മുദ്ര, ഡി ഉടമ്പടിയുടെ മുദ്ര. ഉത്തരം ഡി ഉടമ്പടിയുടെ മുദ്ര. 24 എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് അവിടുന്ന് വച്ചത്? എ അബ്രാഹത്തിൻ്റെ, ബി ഇസഹാക്കിൻ്റെ, സി യാക്കോബിൻ്റെ, ഡി പൂർവപിതാക്കന്മാരുടെ. ഉത്തരം സി യാക്കോബിൻ്റെ. 25 പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം തെളിയിച്ചത് എന്ത്? എ വിശ്വസ്തത, ബി വിശ്വാസം, സി ഉടമ്പടി, ഡി അവകാശം. ഉത്തരം എ വിശ്വസ്തത. 26 അതിനാൽ അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അബ്രാഹത്തോട് ചെയ്തത് എന്ത്? എ ഉടമ്പടി, ബി വാഗ്ദാനം, സി മുദ്ര, ഡി ശപഥം. ഉത്തരം ഡി ശപഥം. 27
അവിടുന്ന് യാക്കോബിനെ അംഗീകരിച്ച് നൽകിയത് എന്ത്? എ ഓഹരി, ബി വാഗ്ദാനം, സി അവകാശം, ഡി പൈതൃകാവകാശം. ഉത്തരം ഡി പൈതൃകാവകാശം. 28. പ്രഭാഷകൻ 44:14 പ്രകാരം അവരുടെ എന്താണ് തലമുറകൾ തോറും നിലനിൽക്കുന്നത്? എ സ്മരണ, ബി പേര്, സി കീർത്തി, ഡി ജ്ഞാനം. ഉത്തരം ബി പേര്. 29. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ പറയാത്ത വ്യക്തി ആര്? എ ഹെനോക്ക്, ബി നോഹ, സി മോശ, ഡി ഇസഹാക്ക്. ഉത്തരം സി മോശ. 30. പ്രഭാഷകൻ 44-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 23, ബി 24, സി 25, ഡി 26. ഉത്തരം എ 23. പ്രിയമുള്ളവരെ, എല്ലാവരും തന്നെ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും സഹായത്തിനും പ്രത്യേകം നന്ദി പറയുകയാണ്. ഗോഡ് ബ്ലെസ് യു.